Yes, good afternoon. Good afternoon, sir. Good afternoon. Yes. Okay, let us start. അപ്പൊ ഇന്ന് ഇനി മുതല് ഓക്കെ ലച്ചു ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നത് ഞാനാണ്. നിങ്ങളുടെ നവ്യ ടീച്ചർ വേറൊരു സ്കൂളില് താൽക്കാലികമായിട്ട് ചെറിയൊരു ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പേരിലാണ് ടീച്ചർക്ക് പകരമായിട്ട് ഞാൻ വന്നത്. ഓക്കെ, അപ്പൊ ടീച്ചർ എന്തൊക്കെയാണ് നിങ്ങളെ പഠിപ്പിച്ച് എവിടം വരെയാണ് എത്തിയതെന്ന് എനിക്കറിയില്ല. അപ്പൊ ലക്ഷ്യം തന്നെ പറയാം, എന്തെല്ലാം കാര്യങ്ങളെങ്കിലും ടീച്ചർ പറഞ്ഞേക്കാം. ലച്ചു ടെൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ ടീച്ചർ? ടെൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, അപ്പൊ ടെൻസുകളൊക്കെ ഓക്കെ ലച്ചു, ടെൻസുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ അജിത, ടെൻസുകളൊക്കെ നിങ്ങൾക്കറിയാം, അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അതായിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തിന് ജോലിക്ക് പോകുമ്പോൾ ആ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്. യു ഹാവ് ടു അറ്റൻഡ് ആൻ ഇന്റർവ്യൂ. അപ്പൊ അവിടെ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് അത്ര ഫ്ലുവന്റ് ഇല്ലെങ്കിലും ഏതാണ്ട് അവർക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിലുള്ള മറുപടി നമ്മുടെ പക്ഷത്ത് നിന്ന് ഉണ്ടാകണം. അപ്പോ അത് കഴിഞ്ഞു കഴിയുമ്പോഴാണ് അവർക്ക് നമ്മൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് നമ്മൾക്ക് ചിന്തിക്കാനായിട്ടൊരു അവസരം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ കഴിയുമ്പോൾ അവർ പറയും ഓക്കെ ഹീസ് ആൻ ആപ്റ്റ് പേഴ്സൺ, ലെറ്റ് സെലക്ട് ഹിം, ലെറ്റ് സെലക്ട് ഹർ. യെസ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കുറച്ചുകൂടി നോക്കേണ്ടത്. ഗ്രാമർ പഠിച്ചോ എന്നുള്ളതല്ല, ഹൗ we can communicate with others, our ideas that can be communicated. Okay, that we are going to discuss. Okay, Sudhi Agil. Sudhi Agil. Yes, Sudhi Agil. ഇല്ല, ഇനി നവ്യ ടീച്ചർ ഇല്ല, കുറച്ച് ആർക്കില്ല. ശ്രുതി അഖിൽ, മൈക്കോണാക്ക്. ഓ സോറി. Yes, sir. Yes. How are you? Fine. Very fine. Very good, very good, very good. What is your expectation or dreams about 2025? 2025 കടന്നു കഴിഞ്ഞപ്പോ ഇന്നിപ്പോ 6-ാം തീയതിയായി. എന്താണ് സുധിയുടെ പ്രതീക്ഷകള്, സുധിയുടെ സ്വപ്നങ്ങൾ? I want to become a
I want to become a hospital administrator in any hospital. Okay. Hello, this is Yes. yes. Next. Pinanda Pradesha, what is your other expectations, other aims about 2025? You want to become financially self-sufficient? Yes. Yes. പറഞ്ഞൂടെ പോ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ടെൻഷൻ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ടൊക്കെ റിലാക്സ് ചെയ്ത് നല്ല ഫ്രീ ആയിട്ടിരിക്കുക. നോ ടെൻഷൻ, റിലാക്സ് ചെയ്തിരിക്കുക. ഓക്കെ. You want to become financially independent. Then what is next? You want to become to be an employee, or you want to secure a job. Next, you want to be self-sufficient. What is next? 2025 വരെ വന്നില്ലേ? അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു പ്രതീക്ഷകൾ ഉണ്ടാവില്ലേ? ചിലപ്പോൾ പുതിയ വീടുണ്ടാക്കണം എന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങണം എന്നായിരിക്കാം. അങ്ങനെ ഒരുപാട് മോഹങ്ങൾ ഉണ്ടാവില്ലേ? അത് നടക്കുകയോ നടക്കാതിരിക്കാതെ അവിടെ നിൽക്കട്ടെ. ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചെന്ന് വിചാരിച്ചാൽ. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ബിഗിനിങ്. അപ്പൊ ഇനി വിചാരിക്കാൻ പോകുന്നുള്ളൂ അല്ലേ? യെസ്. ഓക്കെ സുധി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മാത്രമേ ഇപ്പൊ ആലോചിച്ചിട്ടുള്ളൂ. സോ ജോലിയുടെ കാര്യം മാത്രമേ ഇപ്പൊ ആലോചിച്ചിട്ടുള്ളൂ. വേറെ ഒന്നിനെ കുറിച്ചാണ് ചിന്തിച്ചിട്ടില്ല. ഓക്കെ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം പുറകിലൂടെ വരുമെന്ന് ശ്രുതിക്കറിയാം. അതുകൊണ്ടാണ് ജോലിയെ കുറിച്ച് മാത്രം തൽക്കാലം ചിന്തിച്ച് ആവശ്യമുള്ള കാര്യത്തെ കുറിച്ചല്ല, അത്യാവശ്യമുള്ള കാര്യത്തെ കുറിച്ച് ആദ്യം ചിന്തിച്ച് വെച്ചത്. ഈ ബാക്കിയുള്ളതൊക്കെ പുറകിലൂടെ വരാവുന്നുള്ളൂ. ഓക്കെ ശ്രുതി, ലെറ്റ് യുവർ ഡ്രീംസ് ബി ഫുൾഫിൽഡ്. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൊളിയട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയും 46 പേര് ഉണ്ട്, 45 പേരോളം ഉണ്ട്. അവരിൽ ആർക്കെങ്കിലും 2025 നിങ്ങൾക്ക് 2025 കുറിച്ചുള്ള പ്രതീക്ഷകളോ 2025 കുറിച്ചുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങളോ ആർക്കെങ്കിലും പറയാം. ഞാനിപ്പോ ഒരിടെ തൊടിയി വെച്ചപ്പോ പേര് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മൈ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും പറയണത് തെറ്റിക്കോട്ടെ, ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. തെറ്റേ പറയാവൂ, ശരി പറയണ്ട, അതൊരു വിഷയമേ അല്ല. നമുക്കത് പറയാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ക്ലാസ്സിന്റെ ലക്ഷ്യം. ഓക്കെ. അപ്പൊ ശ്രുതി പറഞ്ഞതുപോലെ ഇനി ആർക്കാണ് പറയാനുള്ളത്? 2025 കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ, നിങ്ങൾക്ക് ലക്ഷ്യം വെച്ചാൽ മുന്നോട്ട് പോകും. അതിനെ കുറിച്ചൊന്ന് പറയും. ലിറ്റി ബിജു, ലിറ്റി ബിജു. Yes, sir. How are you? Fine, sir. Fine, sir. Okay. Do you have any expectation about 2025? Do you have any expectation about it? Do you have any expectation about 2025? Yes, I have expectation. No, I don't have any expectation. ആദ്യം തന്നെ നിങ്ങളുടെ ടെൻഷനൊക്കെ അങ്ങനെ വിട്ടിട്ടേ ഒരു റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുക. യെസ്. അപ്പൊ ലിറ്റിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ലച്ചു. ഓക്കെ ലച്ചു, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. യെസ്. അനീഷ. ശരണ്യ. വിഘ്നേഷ്. ബാബു. ഓക്കെ അനീഷ. യെസ്. വിഘ്നേഷ് ബാബു. സുഹൈന. Yes, sir. Yes.
How are you, Suhaina? I'm fine, sir. You are coming from Wayanad. Wayanad. Yes, sir. How is the weather like? Weather, കാലാവസ്ഥ എങ്ങനെയുണ്ട് വയനാട്? ഇപ്പൊ തണുപ്പാവും, sir. Yes, very good, very good, very good. Yes, let me ask you one question. Suppose that Suhaina is attending an interview. ഒരു ജോലിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ സുഹൈന അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുഹൈന മനസ്സിൽ കാണുക ഫയലും എല്ലാമായിട്ട് ആ വാതിക്കൽ വന്നു മുട്ടുന്നു. ഇന്റർവ്യൂ പറഞ്ഞ ദിവസം വാതിക്കൽ വന്നു മുട്ടി യെസ് കമിൻ എന്ന് പറഞ്ഞു. നിങ്ങള് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ആ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ വന്നു. അവിടെ നിന്നു ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞു. സുഹൈന അവിടെ ഇരുന്നു, സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവരത് വെരിഫൈ ചെയ്ത് ജസ്റ്റ് നോക്കി. എന്നിട്ട് പറഞ്ഞു യുവർ നെയിം ഈസ് സുഹൈന. എന്ന് പറയും യെസ് സാർ എന്ന് പറയും അല്ലേ? ഓക്കെ ഓക്കെ. എന്നിട്ട് പറയാണ് സുഹൈന പ്ലീസ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർ സെൽഫ്. സുഹൈനനെ തന്നെ ഒന്ന് പരിചയപ്പെടും. ഇത് ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആസ്കിങ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഇന്റർവ്യൂസ്. ഇതായിരിക്കും ആദ്യം വരുന്ന ചോദ്യം. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക. കാരണം നിങ്ങളെ കുറിച്ച് എനിക്കറിയില്ല. ഈ സർട്ടിഫിക്കറ്റിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരാണ്, എന്താണ്, എങ്ങനെയാണ് ഒന്നും എനിക്കറിയില്ല. എന്റെ ജോലിക്ക് നിങ്ങൾ പറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. വെച്ചാല് എന്റെ കമ്പനിയിലേക്ക്. അപ്പോ ഞാൻ ആദ്യമേ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളിത് പരിചയപ്പെടും. ഈ സംഗതിയില് ഇന്റർവ്യൂ ബോർഡിലുള്ള ഒരു വീടിരിക്കണം. പന്ത് നിങ്ങളുടെ ഗോൾ പോസ്റ്റുകൾക്ക് എങ്ങനെ അടിച്ചു തരികയാണ്. യെസ്. ഇപ്പൊ സുഹൈന തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ. ഓക്കെ അപ്പനെങ്കിൽ ഓക്കെ. സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ. സുഹൈന തന്നെ പരിചയപ്പെടുന്നു. ഞാൻ തുടങ്ങി വെക്കാം. മൈ നെയിം ഈസ് സുഹൈന. ഐ ആം കമ്മിങ് ഫ്രം വയനാട്. My qualification is +2. Yes. പറഞ്ഞോ, തെറ്റിക്കോട്ടെ. നോ പ്രോബ്ലം. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. നോ പ്രോബ്ലം. എന്നിട്ട് പറയുക എന്നുള്ളതാണ്. ഓക്കെ. ലൈജു. My dream is hospital administration staff. To be an hospital administration staff. Okay, very good. Yes. Okay, Suhaina, I appreciate you. കാരണം വെച്ചാല് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഓക്കെ. വെരി ഗുഡ്. ഇപ്പൊ പെട്ടെന്നാകുമ്പോ ഒരു ചെറിയ ടെൻഷൻ അടിച്ചതായിരിക്കും എന്തൊക്കെ പറയണം എന്നുള്ള കാര്യം. ഒരേ സമയം പറയുകയും വേണം, പിന്നെ ആലോചിക്കുകയും വേണം. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഓക്കെ, നോ പ്രോബ്ലം സുഹൈന. അപ്പോൾ പറയാനുള്ള കപ്പാസിറ്റി ഒക്കെ സുഹൈനക്ക് ഉണ്ട്. ഓക്കെ. ലൈജു. ഓക്കെ. ലൈജു, നമുക്ക് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഡോണ്ട് വറി. ലൈജു. Yes, sir. ഓക്കെ. വെരി ഗുഡ്. ഇവിടെ നമ്മുടെ സുഹൈന പറഞ്ഞപ്പോൾ ഉള്ള പോയിന്റുകളൊക്കെ ലൈജു കേട്ടല്ലോ. Yes, sir. ഓക്കെ. സുഹൈന വിട്ടുപോയതായിട്ട് ലൈജിന് തോന്നിയ പോയിന്റുകൾ ഏതൊക്കെയാണ്? ഇന്ന കാര്യങ്ങൾ കൂടി സുഹൈനയുടെ അത് ഉൾപ്പെടുത്താമായിരുന്നു എന്ന് ലൈജിന് തോന്നിയത് എന്തൊക്കെയാണ്? About family members. About the family. അപ്പൊ കേട്ട സുഹൈന ഫാമിലിയെ കുറിച്ചൊന്നും സൂചിപ്പിച്ചില്ല. ഐ ആം മാരീഡ്, ഐ ഹാവ് 2 children. അങ്ങനെ വേണമെങ്കിൽ ഒരു വാക്ക് പറയാമായിരുന്നു എന്നാണ് ലൈജി ഉദ്ദേശിച്ചത്. ഫാമിലിയെ കുറിച്ച് പറയാമായിരുന്നു. ഓക്കെ. പിന്നെ And also mention her hobbies. Okay. Very good. And Suhaina, your hobbies are not mentioned. കേൾക്കുന്നില്ലേ? വിഘ്നേഷിന് കേൾക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവർക്കോ കേൾക്കാമോ? കേൾക്കാം സാർ. റേഞ്ചിന്റെ പ്രശ്നമാണോ നോക്കട്ടെ. ഓക്കെ. യെസ്. അപ്പൊ ലൈജു ബാക്കി പറഞ്ഞു. ഓക്കെ. വിഘ്നേഷ് റേഞ്ച് നോക്ക്. യെസ്. അപ്പൊ പറഞ്ഞോളൂ.
ലൈജു ബാക്കി പറയാം. അപ്പൊ ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ല, ഹോബിയെ കുറിച്ച് പറഞ്ഞില്ല. മൈ ഹോബീസ് ആർ അല്ല മൈ ഹോബി ഈസ് എന്ന് പറഞ്ഞിട്ട് പറയാമായിരുന്നു. ഓക്കെ, പിന്നെന്താണ് ലൈജു സുഖേനെ വിട്ടുപോയ പോയിന്റ്? പിന്നെ വിട്ടുപോയ പോയിന്റ്? ഓക്കെ, എന്തെങ്കിലും കൺക്ലൂഷൻ പറയാമേ? ഒരു കൺക്ലൂഷൻ പറയാമായിരുന്നു അല്ലെ? സ്റ്റാർട്ടിങ് ഉണ്ടായി, എക്സ്പാൻഷൻ ഉണ്ടായി, ആൻഡ് ആഫ്റ്റർ ദാറ്റ് കൺക്ലൂഷൻ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈ സെൽഫ് സർ. ഇത് പറഞ്ഞിട്ട് ലാസ്റ്റ് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഒരു കൺക്ലൂഷൻ നല്ലതായിരുന്നു. ഓക്കെ. ലൈജു എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, ഇപ്പൊ വിസിറ്റിലാണ് സൗദിയില്. വിസിറ്റിംഗ് വിസയിലാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, യെസ്. നേരത്തെ ദുബായിലായിരുന്നു. ലൈജു എവിടെ വരെ പഠിച്ചാണ്? ഞാന് BSc സുവോളജി. BSc സുവോളജി. അത് കഴിഞ്ഞ് മെഡിക്കൽ കോഡിങ് ചെയ്തായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോ ലൈജു, അപ്പോ സുഹൈന പറഞ്ഞതും ലൈജുവിന്റെ മനസ്സിൽ സുഹൈന പറയണമെന്ന് വിചാരിച്ചതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഗിവ് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തു. My name is Laiju. Sir, my name is Laiju Raj. Yes. I am from Pathanamthitta. Yes. I have completed my degree in BSc Zoology. Very good. And I completed medical coding. Yes. In my family, my father, mother, and my brothers. Yes. My wife. Yes. And my hobbies are playing football. Yes. Watching movies. Okay, watching movies. Okay. Now I want to become a medical hospital administrator. Okay. Okay, that's all about me. That is all about myself. Okay, Laiju. അപ്പൊ ലൈജു പറഞ്ഞ സ്നേഹ സുജിത്ത്. സ്നേഹ. ഹലോ. ഓക്കെ, ഒരു എസ് എന്ന് പറയൂ. ഓക്കെ, ശബ്ദത്തെ പറഞ്ഞിട്ട്. ഓക്കെ, സ്നേഹ, ലൈജു പറഞ്ഞതും സുഹൈന പറഞ്ഞതും സ്നേഹ ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്കറിയാം. അപ്പോ സുഹൈന പറഞ്ഞതിൽ നിന്ന് 1-2 പോയിന്റ് കൂടി കൂട്ടി ലൈജു പറഞ്ഞു. ഇനി രണ്ടുപേരും പറഞ്ഞതിൽ നിന്ന് വിട്ടുപോയി എന്ന് ഇന്നത് കൂടി ഉൾപ്പെടുത്താമായിരുന്നുവെന്ന് സ്നേഹക്ക് തോന്നിയ അധികം പോയിന്റ് ഉണ്ടോ? രണ്ടുപേരിലും വിട്ടുപോയി. സുഹൈന, നോ പ്രോബ്ലം. ഇതൊന്നും ടെൻഷൻ എടുക്കണ്ട. നമ്മൾ അങ്ങനെ കയറി വന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ വെച്ചിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡോണ്ട് വറി. ഓക്കെ. അപ്പൊ ഇനി എന്താ വെച്ചത്? സുഹൈന ഇനി എവിടെ പോയാലും മറക്കൂല, ക്ലീൻ ഓർമ്മയിൽ നിൽക്കും. ഞാൻ അന്ന് അവിടെ ക്ലാസ്സിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ. ഓക്കെ. അന്നലക്ഷ്മി, താങ്ക് യു. സ്നേഹം പറഞ്ഞോളൂ. വാട്ട് ഈസ് യുവർ? രണ്ടുപേരും പറഞ്ഞതിൽ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? വിട്ടുപോയിട്ടൊന്നുമില്ല, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിട്ടുപോയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഒരു സ്ട്രെസ് ചെയ്ത് പറഞ്ഞപ്പോ എന്നാലും എനിക്ക് കാര്യം പറയാനുണ്ട് എന്ന് പറയണ പോലെ തോന്നി. അതാണ്. എനിത്തിങ്? സ്നേഹയാണ് സംസാരിക്കുന്നതിൽ ഈ പറഞ്ഞത് കൂടാതെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യുമായിരുന്നു? ശരണ്യ പറയുന്നു, ശരണ്യായിരുന്നെങ്കിൽ ശരണ്യ വയസ്സ് കൂടി പറഞ്ഞേനെ എന്ന് പറയുന്നു. ഓക്കെ. നിങ്ങളുടെ കമന്റുകൾ നോക്കട്ടെ കേട്ടോ, കുഴപ്പമില്ല, അത് ഞാൻ വായിച്ചോളാം. ഓക്കെ. അപ്പൊ ഓക്കെ, സ്നേഹ, യു കണ്ടിന്യൂ. I am Sneha, coming from Ernakulam, Trypunithura. Yes, very good. തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എറണാകുളത്തിന്റെ തലസ്ഥാനം എന്നാണ് പറയുന്നത്. തൃശ്ശൂര് നമ്മള് കേരളത്തിന്റെ സാംസ്കാരിക ജില്ല എന്ന് പറയുന്ന പോലെ എറണാകുളം എന്ന് പറഞ്ഞു, തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എറണാകുളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമാണ്. ഓക്കെ, യു കണ്ടിന്യൂ. യെസ്, പറഞ്ഞോളൂ. I have my mother, my husband,
and my daughter in my family. Yes. My hobbies are Hmm. hearing songs and Okay, singing. Vignesh. പറഞ്ഞോ. Hearing songs. And singing. Yes, singing. Oh, you are a singer. Very good. I'm completed BCom. Yes. Become with the cooperation or costing? Tax. BCom tax Tax. section. Become taxation. Oh, very good. Very latest. Yes. അപ്പൊ ജയലക്ഷ്മിന്റെ അകത്തൊരു കാര്യം ഇതിനകത്ത് സൂചിപ്പിച്ചു. ഞാനാണെങ്കിൽ എന്റെ സ്കില്ല് കൂടി പറഞ്ഞേനെ. സ്കിൽ, മൈ സ്കിൽ. അതൊരു നല്ലൊരു പോയിന്റ് ആണ് ജയലക്ഷ്മി പറഞ്ഞത്. എന്റെ സ്കില്ല് കൂടി പറഞ്ഞേനെ. വിഘ്നേഷ് ബാബു പറഞ്ഞു ഞാനാണെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന കൂട്ടത്തില് അച്ഛന്റെ പേരും അമ്മയുടെ പേരും കൂടി പറഞ്ഞേനെ എന്ന് പറയുന്നു. ഓക്കെ ഓക്കെ, ഇതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സ്നേഹയുടേതായ രീതിയിൽ പോയിക്കോളൂ. ഓക്കെ, സ്നേഹക്ക് ചിന്തിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ എടുത്തിട്ടതാണ്. ഓക്കെ, കണ്ടിന്യൂ സ്നേഹ, കണ്ടിന്യൂ. യെസ്. അപ്പൊ അത്രയും കാര്യങ്ങളോട് പറഞ്ഞു അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഞാനിപ്പോ പേര് പറഞ്ഞ് ചോദിക്കുന്നില്ല, ഞാൻ എല്ലാവരോടുമായിട്ട് ചോദിക്കണം. വിഘ്നേഷ്, വെരി ഗുഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാം. സുഹൈന പറഞ്ഞപ്പോഴും ലൈജു പറഞ്ഞപ്പോഴും സ്നേഹ പറഞ്ഞപ്പോഴും വിട്ടുപോയത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. വെരി ഗുഡ് സൗമ്യ. ഞാനത് മനസ്സിൽ വിചാരിച്ചത് എന്താ ആരും പറയാത്തതെന്ന് വിചാരിച്ചു. ആരും എക്സ്പീരിയൻസ് പറഞ്ഞില്ല. പിന്നെ അടുത്തത് പറഞ്ഞില്ല ലാംഗ്വേജ് നോൺ. ഓക്കെ, അതെ, വിഘ്നേഷിന്റെ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ പോകുന്നുണ്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് അത് പ്രോബ്ലം ഉണ്ടോ? ഇല്ലല്ല. അപ്പൊ കോളേജ് എക്സ്പീരിയൻസ് ഭവിത, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വിഘ്നേഷ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കിയേ. റേഞ്ച് പോണതുകൊണ്ടായിരിക്കുള്ള പ്രശ്നം കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം എല്ലാവർക്കും കൂടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ വിഷയം നമുക്ക് പറയാം. സുലക്ഷ്മി പറയുന്നത് അബൌട്ട് ദ ഫാമിലി. ഓക്കെ, ഒരു കാര്യം പറയാമായിരുന്നു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താമായിരുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസിനെ പറയാമായിരുന്നു. ഇപ്പൊ നിങ്ങൾ വിളിച്ചിരിക്കുന്ന ജോലി, ആ ജോലിയുമായി ബന്ധപ്പെട്ട് ഉള്ള എക്സ്പീരിയൻസ്. പിന്നെ വേറെ പറയാമായിരുന്നു. വെയർ യു കംപ്ലീറ്റഡ് യുവർ കോഴ്സ്, വെൻ ആൻഡ് വെയർ. ഓക്കെ 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 ഓക്കെ. എപ്പോഴാണ്, എന്നാണ് ഈ കോഴ്സ് നമ്മൾ ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. ഓക്കെ, അത് പറയാമായിരുന്നു. സ്കില്ല് പറയാമായിരുന്നു. ഇനി ഒരാൾ കൂടി പറഞ്ഞിരുന്നു ഇവിടെ ഈ ഓക്കെ സുഹൈന, ഏജ്, the languages that you know. നിങ്ങൾക്കറിയാം ലാംഗ്വേജസ് നോൺ ടു യു. നിങ്ങൾക്കറിയാവുന്ന ഭാഷയെ കുറിച്ച് പറയാമായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് ഹിന്ദി മനോഹരമായിട്ട് സംസാരിക്കാം. ഐ ക്യാൻ ഹാൻഡിൽ ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് മലയാളം. അപ്പൊ ഇവർക്ക് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്തൊരു ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാം. സാലറി പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും ആവും അത്. അഹങ്കാരം കൊണ്ട് പറയണമെന്ന് വിചാരിക്കാം. പിന്നെ നമുക്ക് വെൽ സെറ്റിൽഡ് ആണെങ്കിൽ, ഒരാള് നമ്മളെ തേടി വരികയാണെങ്കിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാം. ഒരു ജോലി നിങ്ങളെ വിളിച്ചു തരുന്നതും നിങ്ങൾ അപേക്ഷിച്ച് ഓക്കെ, നിങ്ങൾ ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ട് നിങ്ങൾ ജോലിക്ക് പോകാനായിട്ട് രണ്ടാണ്. നിങ്ങളെ തേടി വരുന്ന ജോലിയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആള്. ഓക്കെ അരീഷ, നിങ്ങളെ കൊണ്ട് അത് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ യു ആർ ഡിമാൻഡിങ്. ഞാൻ വരാം, ഞാനത് ചെയ്തേക്കാം. നിലവിൽ എനിക്ക് ഇത്ര കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി, അതിൽ നിന്ന് ഇത്രയും കൂടി നിങ്ങൾ വർദ്ധിപ്പിച്ച് തരാമെന്നുണ്ടെങ്കിൽ ഞാൻ വരാം. നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ചില ആളുകളെ ഏൽപ്പിക്കുന്നത് ദേ ആർ ആപ്റ്റ് ഫോർ ദാറ്റ്. നിങ്ങൾ ആ ലെവലിലോട്ട് വരണം. ആ ഒരു കാര്യം അത് ജസീലയെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കൂ എന്ന് അവർക്ക് തോന്നുന്ന ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. യെസ് യെസ്. അങ്ങനെ സാലറി ചോദിക്കുന്നവർ വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ ചോദിക്കുന്നതൊക്കെ ഉണ്ട്. ഓക്കെ,
അപ്പൊ നമുക്ക് പറയാം സ്കില്ല് പറയാം, ലാംഗ്വേജസ് നോട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആ കമ്പനിക്ക് ഒരു പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആ നോർത്ത് ഇന്ത്യൻ ബ്രാഞ്ചിലേക്ക് നിങ്ങൾ എവിടെയെങ്കിലും വെക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു കാര്യം പറയാം. ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഞങ്ങളൊക്കെ പഠിക്കും പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അന്ന് എന്നെ പഠിപ്പിച്ച ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, എന്നെ പഠിപ്പിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പി ജിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പ്രൊഫസർ പ്രിൻസിപ്പാലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ മീറ്റിംഗ് ഉണ്ടായ സമയത്ത് സ്വാഗതം പറയാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ഈ സാറിന്റെ പഴയകാല ഓർമ്മകളൊക്കെ വെച്ച് പ്രിൻസിപ്പൽ അധ്യക്ഷനായിരുന്നു, സാറിനെ കുറിച്ച് വളരെ കാര്യമായിട്ടൊക്കെ പറഞ്ഞു. അപ്പൊ എനിവേ അപ്പോഴേ സാറിനെ ശ്രദ്ധിച്ചു. അപ്പോ അവിടെ ഒരു ഗുണം കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന്റെ എല്ലാവരുടെയും ഒരു ഗുഡ് ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടാവില്ല, എല്ലാവരും നിങ്ങൾക്കും ഉണ്ടാവില്ലേ, ആ ലിസ്റ്റിലൂടെ എന്റെ പേര് കൂടി എഴുതി ചേർത്തെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്ത് ഗുണം എന്നെ സംഭവിച്ചത് വെച്ച് കഴിഞ്ഞാല് കോളേജിൽ നിന്നൊക്കെ ഏറ്റവും നല്ല 2 വിദ്യാർത്ഥികളെ പറഞ്ഞു വിടാതെ മുന്നേ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വരുമ്പോൾ അതിൽ ഒരാള് ഞാനായിരിക്കും. ഞാൻ നല്ല വിദ്യാർത്ഥി ആയതുകൊണ്ടല്ല, പക്ഷെ ഈ പ്രിൻസിപ്പലിന്റെ ഗുഡ് ബുക്കിൽ ആ ഗുഡ് ലിസ്റ്റിൽ ഞാൻ ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഞാൻ പോയിട്ടുള്ള പല ക്ലാസ്സുകളില് ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു ഫേസ്, ഒരു ക്ലാസ്സിൽ 2 ക്ലാസ് ഉണ്ടായിരുന്നു. ഹൗ ടു ഫേസ് ഇന്റർവ്യൂ ബോർഡ്, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യേണ്ടത്. അത് എനിക്ക് എന്റെ ജീവിതത്തിൽ പിന്നീട് വളരെയധികം ഉപകാരത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നേരത്തെ ഇവിടെ ലാംഗ്വേജസ് സ്റ്റോൺ എന്ന് പറയുന്ന വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനോട് കണക്ട് ചെയ്ത് പറയുന്നത്. അപ്പൊ ബാങ്കിൽ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്ന ഒരു സാർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. അപ്പോ ബാങ്കില് ബാങ്കിന്റെ ഇന്റർവ്യൂ ആണ് നടത്തിക്കൊണ്ട്. അന്ന് BSRB, ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ട്, ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡ്. അവരെ 6 മാസം കൂടുമ്പോൾ ജോലിക്കാരെ വിളിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു സംഗതി ഇല്ല. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ആ ബാങ്കിന്റെ ചെയർമാൻ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു, ആസ് ഫാർ ആസ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് ലേഡീസ് എന്ന് പറഞ്ഞു. കഴിയാവുന്നത്ര ലേഡീസിനെ ഒഴിവാക്കിയിരിക്കണം. അത് പുള്ളി അവിടെ നിന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ബാങ്കിന്റെ ചെയർമാൻ വെച്ച് പറഞ്ഞു, പിന്നെ അവർ ട്രാൻസ്ഫർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ആൺകുട്ടികളാകുമ്പോൾ ഇന്ത്യയിൽ എങ്ങോട്ടും വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, അവർ പൊക്കോളും. പെൺകുട്ടികളാകുമ്പോൾ ചിലപ്പോൾ പോവില്ല, അപ്പൊ അങ്ങനെ ഒരുപാട് ജോലി രാജിവെക്കും, പിന്നെ ആ ഒരു വേക്കൻസി അവിടെ കിടക്കും. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ അവര് ചെയർമാൻ പുള്ളിയോട് വന്ന് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞപ്പോ ആ പെൺകുട്ടിയുടെ ഇന്റർവ്യൂവിലെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോ അതേ ചെയർമാൻ തന്നെ അവരോട് പറഞ്ഞു സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്കും മാർവലസ് ആയിരുന്നു ആ പെൺകുട്ടിയുടെ പെർഫോമൻസ്. അതുകൊണ്ട് പെൺകുട്ടികൾ ഒഴിവാക്കാൻ പറഞ്ഞ് അതേ ചെയർമാൻ തന്നെ പറഞ്ഞു സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുന്ന സംഗതിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് വരാം. അപ്പോ ഒരു ബാങ്കിന്റെ ഇന്റർവ്യൂ നടക്കുകയാണ്. അപ്പൊ ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായിട്ട് ഉത്തരം ആ പയ്യൻ പറയുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് എവിടെയോ വെച്ച് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട്, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അവർ ചോദിച്ചു. അപ്പൊ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞു ആ കുട്ടി, കാൻഡിഡേറ്റ്. അപ്പൊ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിനെല്ലാം അവന്റെ ടാലന്റ് കിടക്കുന്നത് കൃഷിയിലാണ്. ആ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ആക്ച്വലി ഹി വാസ് എ സൺ ഓഫ് എ ഫാർമർ, ഒരു കർഷകന്റെ മകൻ. പുള്ളിക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയാം. ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് പറയുന്നു. അപ്പോ അവര് ആലോചിച്ചിട്ട് ഈ കാൻഡിഡേറ്റോട് പിന്നീട് പറഞ്ഞതാണ് പറഞ്ഞത്, ഞങ്ങളുടെ ബാങ്കിങ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ ആപ്റ്റാണ്, പക്ഷെ ഇതിന്റെ തന്നെ വേറൊരു വിങ് ഉണ്ട്. അത് കാർഷിക മേഖലയ്ക്ക് ലോൺ കൊടുക്കുന്ന, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന വേറൊരു വിങ്ങാണ്. അവിടേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ജോലി ചെയ്യാൻ? കാരണം അവർക്ക് മനസ്സിലായി ഈ ആളെ ഇവിടെ നിന്ന് മാറ്റി ആ ഫീൽഡിട്ട് അയാളവിടെ ആപ്റ്റാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളാണ് ആപ്റ്റ് എന്ന് അവർക്ക് തോന്നുന്നു. ഇത് ഞാൻ തേടിയിരുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ എന്റെ കമ്പനിയിലേക്ക്, എന്റെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്ന ടൈപ്പുള്ള മനുഷ്യൻ, അത് ഇതാണ് എന്ന് പറയാനായിട്ട് അവർക്ക് തോന്നണം. ആൻഡ് ബി ടാലന്റഡ്. ചെറിയ കാര്യങ്ങൾ പോലും നമ്മളവിടെ ചെന്നിരിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ ഉത്തരം പറയുന്ന രീതി, ഉത്തരം പറയാനെടുക്കുന്ന സമയം, പ്രസരിപ്പ്, ഇതെല്ലാം ഇതിന്റെ ഭാഗങ്ങളാണ്. ഓക്കെ,
അപ്പോ ഇവിടെ ഏജ് പറഞ്ഞു, സ്കില്ല് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വർഷം നിങ്ങൾക്കാണ് ആ കോളേജിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മാർക്ക് വിചാരിക്കും. നിങ്ങൾക്കത് പറയാം. ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർക്ക് അറിയില്ലല്ലോ. ഐ ആം ദ ടോപ്പ് സ്കോറർ ഡ്യൂറിങ് 1980-90 20. നമുക്കത് പറയാം. ഇന്ന വർഷം 2020 ഞാനായിരുന്നു ആ കോളേജിലെ ടോപ്പ് സ്കോറർ. അതായത് നിങ്ങൾക്ക് റിമാർക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രസ്സുകൾ ഉണ്ടെങ്കിൽ അത് പറയാം. നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ എക്സ്പീരിയൻസ് പറയാം. ആ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് അറ്റ് പ്രസന്റ് ചിലപ്പോൾ ആ ജോലി ആയിരിക്കില്ല ചെയ്യുക. എനിക്ക് സെയിൽസ് പ്രൊമോഷനിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അറ്റ് പ്രസന്റ് ഐ ആം വർക്കിംഗ് ആസ് എൻ അക്കൗണ്ടന്റ് ഇൻ എ റെപ്യൂട്ടഡ് കമ്പനി. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് വേറെ കമ്പനിയിലാണ്. ഓക്കെ, അപ്പോ അത് പറയുമ്പോഴും അവർക്ക് മനസ്സിലാകും നിങ്ങൾ കറക്റ്റ് ആയിട്ട് വെറുതെ ഇരിക്കുന്ന ആളല്ല, കൃത്യമായിട്ട് പണിയെടുക്കുന്ന ആളാണ്, വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്ന് മനസ്സിലായി. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരുപാട് ടിപ്പുകൾ ഇതിന്റെ അകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ ഇതിന് കൂടെ അങ്ങനെ കണക്ട് ചെയ്ത് പറയാണ്. നല്ലൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇന്റർവ്യൂ ബോർഡിനെ കൊണ്ടുവരാൻ പറ്റും. നല്ലൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങളെ ഇപ്പൊ ഉദാഹരണം പറയാം. ബബിത ഒരു ഇന്റർവ്യൂ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ബബിതയ്ക്ക് സ്പോർട്സ് എന്ന് പറയുന്ന സാധനം താല്പര്യമേ ഇല്ലാത്ത വിഷയം വിചാരിക്കും. അപ്പൊ ചെന്നിരുന്നു, അവര് സ്പോർട്സിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു. ബബിത പറഞ്ഞു ഐ ഡോണ്ട് നോ സാർ എന്ന് പറഞ്ഞു. ബബിതയ്ക്ക് സ്പോർട്സ് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ള കാര്യം അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ ബബിതയോട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് സ്പോർട്സിൽ നിന്ന് തന്നെയാണ്. അതിനും ബബിത എന്ന് പറയുന്നു ഐ ഡോണ്ട് നോ സാർ. ഈ സമയം മുതൽ ബബിതയുടെ മനസ്സിൽ ഒരു എന്താണ് വിഷമം വരും. കാരണം ടെൻഷൻ വരും. 2 ചോദ്യമായി ഞാൻ നോ ഐ ഡോണ്ട് നോ എന്ന് പറയുന്നു. അപ്പൊ ഈ ജോലി എനിക്ക് കിട്ടാൻ സാധ്യതയില്ല. രണ്ടാമത്തേനും വന്നില്ലേ ഐ ഡോണ്ട് നോ എന്നൊരു ടെൻഷൻ വരും. അപ്പൊ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അവിടെ ഫീൽ ചെയ്യും. ആ സ്റ്റാർട്ടിങ് ട്രബിൾ വരുന്നു കഴിയുമ്പോൾ അത് അടുത്ത ഉത്തരം പറയുന്ന സ്ഥലത്തേക്ക് അത് ബാധിക്കും. അപ്പോ രണ്ടാമത്തെ ഉത്തരം പറയുമ്പോൾ ബബിത പറയാണ് സാർ, രണ്ടാമത്തെ ഐ ഡോണ്ട് നോ പറയുമ്പോൾ പറയാണ് സാർ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, മൈ ഇൻട്രസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. ആ ഒരു സെന്റൻസ് കൂടി ആഡ് ചെയ്യണം. എനിക്ക് സ്പോർട്സ് അത്ര വലിയ വശമില്ല, എന്റെ ഇൻട്രസ്റ്റ് ഇന്ന ഫീൽഡാണ്. ആ ഫീൽഡ് അങ്ങോട്ട് പറയുന്നു. ആ ഫീൽഡ് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അടുത്ത ചോദ്യം വരുന്നത് അവിടെ നിന്ന് നിങ്ങളെ കൊണ്ട് മാക്സിമം സംസാരിപ്പിക്കുക എന്നുള്ളതാണ്. ആകാശത്തിന്റെ കീഴിലുള്ള ഏത് വിഷയത്തെ കുറിച്ചും അവർ ഒരുപക്ഷെ അവർക്കെന്നെ ഉത്തരം അറിയാൻ പാടില്ലാത്ത വിഷയം, അതിന്റെ പല സാറുമാരും പറഞ്ഞിട്ടുണ്ട്, അവർക്കെന്നെ ഉത്തരം അറിയാൻ പാടില്ല വിഷയം ചിലപ്പെടുത്തില്ലേ. കാരണം നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അവര് ചോദ്യങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നുള്ള പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ ഐ ഡോണ്ടിനോടൊപ്പം ബബിത പറയുന്നു ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് താല്പര്യം എന്ന് പറയുന്നത്. അപ്പൊ ഒരു പക്ഷേ അടുത്ത ചോദ്യം വരുന്നത് ഷേക്സ്പിയറെ കുറിച്ചായിരിക്കും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ വി ഷുഡ് ബി ഏബിൾ ആൻഡ് കേപ്പബിൾ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതിൽ നിന്ന് ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മൾ പറ്റണം. നമ്മൾ ഏറെക്കുറെ അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീൽഡിലോട്ട് വരാം. അല്ലെങ്കിൽ നമുക്ക് പറയുന്നത് മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ സുവോളജിക്കൽ ഐറ്റംസ്, അല്ലെങ്കിൽ സുവോളജി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. അപ്പൊ നല്ലൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇന്റർവ്യൂ ബോർഡിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് തന്നെ അവരപ്പം നോക്കും, കൊള്ളാം, അറിയാൻ പാടില്ലാത്ത കാര്യം അറിയാൻ പാടില്ലെന്നും എന്താണ് അറിയുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വ്യക്തവും സ്പഷ്ടവുമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഓരോ ചലനങ്ങളും അത് അവർ അളന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങളുടെ പ്രകടനങ്ങൾ മെച്ചമായിട്ട്. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ സുഹേലിനോട് ചോദിച്ചു, സുധിയോട് ചോദിച്ചു, ലൈഫിനോട് ചോദിച്ചു, സ്നേഹനോട് ചോദിച്ചു, എല്ലാവരും റിയാക്ട് ചെയ്തു. ഞാനിങ്ങനെ വരുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളാരും ഓക്കെ വിഘ്നേഷ്, അപ്പൊ അത് പറഞ്ഞേക്കാം ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഗെയിമിംഗ്. ഓക്കെ 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 നമ്മുടെ കഴിവ് നമ്മൾ പറയുക. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണ്ട മിണ്ടണ്ട എന്ന് ചോദിച്ചു മാറി നിൽക്കരുത്. നിങ്ങൾ പറഞ്ഞത് തെറ്റായിക്കോട്ടെ, പറയുന്നത് മുഴുവൻ തെറ്റായിക്കോട്ടെ, മണ്ടത്തരമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഇംഗ്ലീഷിൽ ഗ്രാമർ ഉണ്ടായാലും അതൊന്നും നിങ്ങൾ വിഷയമാക്കണ്ട. നിങ്ങൾ പറയുക. തെറ്റ് എന്നുള്ളത് നമുക്കൊരു വിഷയമേ ഇല്ല, തെറ്റേ പറയാവൂ. എത്ര പ്രാവശ്യം നിങ്ങൾ വീണിട്ടാണെന്ന് നിൽക്കാൻ പഠിച്ചത്?
എത്ര പ്രാവശ്യം നടക്കുമ്പോൾ വീണിട്ടാണ് നിങ്ങളൊന്ന് ഓടാൻ പഠിച്ചത്? എല്ലാം പഠിച്ചിട്ട് എല്ലാവരും വരൂ? ഇല്ല. പക്ഷെ ഒരു അവസരം നിങ്ങൾക്ക് വരുമ്പോൾ ആ അവസരം നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഉപയോഗിക്കണം. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഏത് ഉയർന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാലും അവരുടെയൊക്കെ ജീവിതം അല്ലെങ്കിൽ ഓക്കെ സൗമ്യ ജീവിതത്തിൽ ചാൻസ് നഷ്ടം അല്ലെങ്കിൽ വിജയിക്കാതെ പോയ ആളുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ പറയാനായിട്ടൊരു സ്റ്റോറി ഉണ്ട്. അവരൊക്കെ പറയും എനിക്ക് ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയത് ഞാൻ അന്ന് എന്റെ കഷ്ടകാലത്തിന് അത് ഉപയോഗിച്ചില്ല, അന്ന് എനിക്കൊരു മണ്ടത്തരം പറ്റി ഞാനത് ചെയ്തില്ല, അന്ന് ഞാനതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വേറെ ലെവലായില്ലേ. അപ്പൊ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശരിയല്ലേ? പല അവസരങ്ങളും നിങ്ങളോടുകൂടെ ഇത്രയും പ്രായത്തിന്റെ കടന്നു പോയിട്ടില്ലേ? ഒരുപക്ഷെ അതിൽ ചിലത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നില്ലേ? ആ സമയത്ത് ഒരുപക്ഷെ നമ്മൾ തീരുമാനമെടുക്കാൻ വൈകിയത്, അതല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു അലംഭാവം കാണിച്ചത്, അങ്ങനെ വന്നതിന്റെ തിക്താനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. മറ്റുള്ളവരോട് നമ്മൾ ജയിക്കാൻ വേണ്ടി പലതും പറയുന്നുണ്ടാവും. പക്ഷെ ഉള്ളിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ അറിയാലോ, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ അറിയാം, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകേടും അറിയാം. നമ്മുടെ കഴിവുകേടിനെ കുറിച്ചും കൂടി നമ്മൾ ബോധവാന്മാരായിരിക്കുന്നത് അത് ഏറ്റവും വലിയൊരു അറിവാണ്. അതൊരു പക്ഷെ പുറത്തു പറയുന്നതായിരിക്കാം, പക്ഷെ നമുക്കറിയാലോ നമ്മുടെ കഴിവുകേടിൻ്റെതാണ്. ഇന്ന സ്ഥലങ്ങളിൽ ഞാൻ പരാജയപ്പെടും, അത് ഇന്ന എല്ലാവരും. ഞാൻ പണ്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേരം 4 മണി മുതൽ അവിടെ പല പല ഗെയിംസാണ്. അപ്പോ അവിടെ ഗെയിംസിൽ ചില ആൾക്കാർ ഫുട്ബോൾ കളിക്കും, ചില ആൾക്കാർ വോളിബോൾ, ചില ആൾക്കാർ റിങ്, അങ്ങനെ പല പല കളിക്കും. അപ്പൊ സ്ഥിരം അവിടെ ബാഡ്മിന്റൺ കളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ബാഡ്മിന്റൺ കോർട്ട് ഫില്ലായി കഴിഞ്ഞാല് പിന്നെ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേണമെങ്കിൽ ഫുട്ബോൾ കളിക്കാം, വോളിബോൾ കളിക്കാം, അത് നിൽക്കില്ല. ബാഡ്മിന്റൺ ചാൻസ് ഇല്ല. തിരിച്ചവര് പോയി കുളിയും കഴിഞ്ഞ് പോയിരുന്ന് പഠിക്കും. അവര് നേരത്തെ പഠിക്കാൻ കയറും. അപ്പൊ അവരോട് അവിടുത്തെ ഡയറക്ടർ എപ്പോഴും പറയാറുള്ള വാചകം അത് ഞാൻ നിങ്ങളോട് പറയും. എല്ലാവരും എല്ലാ കളികളും അറിഞ്ഞിരിക്കണം, ഒരെണ്ണത്തില് എക്സ്പെർട്ട് ആയിരിക്കും വേണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നോക്കുക. നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക. ഒരു ടാലന്റ് നിങ്ങൾക്കുണ്ട്, ധാരാളം ടാലന്റ് ഉണ്ടാവും. ഒരെണ്ണത്തിൽ നിങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കും. അത് ഏതിലാണ് നിങ്ങൾ എക്സ്പെർട്ട് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വേറൊരാള് ഡാൻസ് ചെയ്ത് കയറി ഫസ്റ്റ് ഒക്കെ മേടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ പറയാം ഡാൻസിൽ പക്ഷേ എനിക്ക് വിജയിക്കാൻ പറ്റില്ല, ഇനി പാട്ട് വരട്ടെ, അവിടെ കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്റെ കഴിവ് കണ്ടോ. അപ്പൊ യു മസ്റ്റ് ബി ഏബിൾ ഇൻ വൺ ഫീൽഡ്, ഏതെങ്കിലും ഒരു ഫീൽഡില്. അത് എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക. നിങ്ങൾക്ക് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്ക് ഇന്നത് പറ്റും. ഒരു കോൺഫിഡൻസ് ലെവലാണ്. ഇന്നത് ഒന്നും കൂടിയൊക്കെ ഞാനൊന്ന് പരിപോഷിപ്പിച്ചാൽ അത് ഞാൻ എന്തെങ്കിലുമൊക്കെ ആകും, മറ്റു ചിലപ്പോൾ എനിക്ക് പറ്റിയത് വരില്ല. അപ്പൊ എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കുക, ഒരെണ്ണത്തിൽ നമ്മൾ എന്താവാം? എക്സ്പെർട്ട് ആവാം. അത് ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കുക. അത് നിങ്ങളെ ഒരുപാട് ഗുണം ചെയ്യുന്നു. ജീവിതത്തിൽ നിങ്ങളൊക്കെ ചെറുപ്പം പിള്ളേരല്ലേ, ജീവിതത്തിൽ ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ടാവും, ഒരു കഴിവുണ്ടാകും. ഇപ്പൊ നമ്മുടെ ആലുവയില് കീഴ്പാട് അന്ധവിദ്യാലയമുണ്ട്. അപ്പൊ അവിടെ ഉള്ള പഠിക്കുന്ന കുട്ടികൾക്ക് കണ്ണ് കാണില്ല, ബ്ലൈൻഡ് സ്കൂളാണ്. പക്ഷെ അവിടെ പഠിക്കുന്ന കുട്ടികൾ പാട്ട് പാടാൻ കിട്ടുകയാൽ ഞെട്ടിപ്പോകും. കാരണം ദൈവം അവർക്ക് കാഴ്ചശക്തി കൊടുത്തില്ല, പക്ഷെ പാട്ട് പാടാനായിട്ടുള്ള കഴിവ് കൊടുത്തു. യെസ് എന്ന് പറഞ്ഞ പോലെ ഒരവസരം നിങ്ങൾക്കും വരും. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ വേറൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കാൻ. ഒരവസരം നിങ്ങൾക്ക് കിട്ടിയാൽ അവിടെ നിങ്ങൾ കയറിക്കരുക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആകും. ഒരവസരം നിങ്ങളെ തേടി വരും. ഞാൻ പറയാം 1963 1963 തമിഴ്നാട് മദ്രാസിലെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോയില് ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് നടക്കുകയാണ്. അപ്പൊ ആ പാട്ട് പാടാനായിട്ടുള്ള ഗായകൻ അപ്പുറത്ത് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അതിന്റെ തലേ ദിവസവും അന്നും കലശലായ പനി ജലദോഷമായതുകൊണ്ട് സൗണ്ട് അത്ര ക്ലിയർ ആയില്ല. എന്നിരുന്നാലും ആ പാട്ട് പാടാൻ വേണ്ടിയിട്ട് പുള്ളി റെഡിയായിട്ട് നിൽക്കുകയാണ്. യെസ്. അപ്പോ ഇന്നത്തേത് പോലെയുള്ള സാഹചര്യമല്ല, അത് പഴയ കാലഘട്ടമാണ്. അപ്പൊ അന്ന് ഒരു വയലിനിസ്റ്റ് വന്നില്ലെങ്കിൽ ചിലപ്പോൾ അന്ന് റെക്കോർഡിങ് നടക്കില്ല. ഇന്ന് അദ്ദേഹം വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാഗം പ്ലേ ചെയ്തിട്ട് മിക്സ് ചെയ്ത് കയറ്റാം. ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്, 1963 64 പറഞ്ഞു. യെസ്. അപ്പോ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പാട്ട് പാടാതെ പറ്റില്ല. പുള്ളി വന്നു പാടി നോക്കി, 2 പ്രാവശ്യം പാടിയിട്ടും പാട്ടങ്ങളുടെ ഭംഗിയാവുന്നില്ല. പുള്ളി ഉദ്ദേശിച്ച പനിയുടെയും
ജലദോഷത്തിന്റെയും ബുദ്ധിമുട്ടുകൊണ്ട് പാട്ട് കുടിക്കാൻ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്ന് നോക്കി. അപ്പൊ പുറത്തൊരു പയ്യൻ നിൽപ്പുണ്ട്. അപ്പോ ആ പയ്യനെ വിളിച്ച് പഠിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ പാട്ട് പാടുന്ന ആള് അദ്ദേഹം ചെന്നിട്ട് ആ പയ്യനോട് പറഞ്ഞു ഈ പാട്ടൊന്ന് പാടാൻ പറഞ്ഞു. അപ്പൊ ആ പയ്യൻ പറഞ്ഞു ഞാൻ പാടൂല, കാരണം ഇത് വളരെ പ്രശസ്തനായ ഒരാൾ പാടാൻ വേണ്ടി വെച്ചിരുന്ന പാട്ട് അയാളിപ്പോ പാടി നോക്കിയതാണ്. പിന്നെ അങ്ങേർക്ക് വയ്യ എന്ന് പറഞ്ഞതിന്റെ പേരില് ഞാൻ പാടുന്നത് ശരിയല്ല, ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി അവിടെ വിളിക്കും. പിന്നെ ആ പാട്ട് പാടാനായിട്ട് വന്ന അതേ ഗായകൻ തന്നെ വന്ന് ഈ പയ്യനോട് പറഞ്ഞു എടാ മോനെ നീ അത് പാട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പയ്യൻ പാടി ആ പാട്ട്. ആ പയ്യനാണ് പിൻകാലത്ത് അറിയപ്പെടുന്ന KG യേശുദാസ്. അന്ന് ആ പാട്ടിന്റെ സംഗീത സംവിധാനം നൽകിയ ആളാണ് ജോബ് എന്ന് പറയുന്ന കളമശ്ശേരിയിലുള്ള അധ്യാപകൻ. എനിക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു. അതിനോടൊപ്പം തന്നെ അന്ന് പാട്ട് പാടാൻ വരികയും പനി മൂലം പാടാതിരിക്കുകയും ചെയ്ത ഒരാളാണ് ഉദയഭാൻ. യെസ്, നോക്കുക, ഓരോരുത്തരുടെ ജീവിതത്തില് പിന്നീട് യേശുദാസിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അന്ന് പാടിയ പാട്ടാണ് റോസി എന്ന് പറയുന്ന സിനിമയിലെ അല്ലിയാമ്പൽ കടവിലെ നരക്ക് വെള്ളം എന്ന് പറയുന്ന ഒരു പാട്ട്. യെസ്, പിന്നെ യേശുദാസിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ട് ദൈവം നിങ്ങൾക്കും ഒരു അവസരം കൊണ്ടൊന്ന് വെച്ചു തരും. അത് ഡെഫിനിറ്റ് ആണ്. നിങ്ങൾക്കും ഒരു അവസരം തരും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് വി മസ്റ്റ് ബി ഏബിൾ ആൻഡ് കേപ്പബിൾ. നമ്മൾ എന്ത് ചെയ്യണം? അതിന് യോഗ്യത ഉള്ളവരായിരിക്കുക. വേണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിസ്സാരക്കാരല്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകും. നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കുക. കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്നിട്ട് നിങ്ങൾ വലത് കൈ കൊണ്ട് നിങ്ങളുടെ ഇടത്ത് തോളത്ത് തട്ടിയിട്ട് സ്വയം പറയാം ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് എന്നെ കുറിച്ച് തന്നെ അഭിമാനം തോന്നുന്നു എന്ന് പറയുക. യു ആർ ദ മാസ്റ്റർ പീസസ് ഓഫ് ഗോഡ്. നിങ്ങൾ മാസ്റ്റർ പീസസ് ആണ്. യെസ്, നിങ്ങളുടെ ഉള്ളിലും എന്ത് കിടപ്പുണ്ട്? ടാലന്റ് കിടപ്പുണ്ട്, കഴിവ് കിടപ്പുണ്ട്. നിങ്ങൾ അതിനെ കണ്ടെത്തുന്നില്ല. അങ്ങനെ കണ്ടെത്താതെ പോയതാണ് നമുക്ക് ചെറിയ ചെറിയ തക്കക്കേടുകളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പൊ അതൊക്കെയാണ് ഓക്കെ മിനി, വെരി ഗുഡ്. സെൽഫ് ലവ്. മറ്റുള്ളവരെ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക, നിങ്ങളുടെ ഓരോ ഭാഗങ്ങളും നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വേറെ ആളെ സ്നേഹിക്കാനായിട്ട് പറ്റൂ. യെസ്, അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ ചിന്തകൾ നമ്മൾ മാറ്റുന്നു. ഇനി നമ്മളൊരു ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോകുന്നു. APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ എയിം നിയർ ദ സ്റ്റാർ then we can reach above the tree. നക്ഷത്രത്തോളം നമുക്ക് സ്വപ്നം കാണാം, എങ്കിലേ നമുക്ക് മരത്തിന്റെ മുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും, അല്ലെ? ഡോക്ടർ ആവാൻ നമുക്ക് ആഗ്രഹിക്കാം, ചിലപ്പോൾ നേഴ്സാവും. നേഴ്സാവാൻ നമുക്ക് ആഗ്രഹിക്കാം, ചിലപ്പോൾ കമ്പൗണ്ടർ ആവും. കമ്പൗണ്ടർ ആവാൻ നമ്മൾ ആഗ്രഹിക്കാം, ചിലപ്പോൾ രോഗിയാവും. അപ്പൊ എയിം നിയർ ദ സ്റ്റാർ. പിന്നെ APJ അബ്ദുൽ കലാമിന്റെ കുറെ അധികം അബ്രിവേഷൻസ് ഉണ്ട്. അതിൽ പുള്ളി പറയുന്നുണ്ട് എന്താണ് സ്വപ്നം. സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതിന്റെ സ്വപ്നം. ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടു. അതിന് ഉറക്കം നഷ്ടപ്പെടുന്ന ആ ചിന്തകളിൽ അത് നമ്മുടെ സ്വപ്നമാണ്. പാഷൻ, ഇറ്റ് ഈസ് എ പാഷൻ. അതാണ് നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്നു മുതൽ നിങ്ങൾ സ്വപ്നം കാണുക. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഞാൻ അതൊന്ന് പൊടി തട്ടിയൊക്കെ എടുത്ത് കുറച്ച് ഇംഗ്ലീഷൊക്കെ പറയും. ഞാനൊരു കാര്യം പറയണം, നിങ്ങൾ വീട്ടില് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയാണ്, അപ്പൊ നിങ്ങൾ പറയും ഐ ആം റോളിംഗ് ചപ്പാത്തി. ഇംഗ്ലീഷിൽ പറയും, മനസ്സിൽ പറഞ്ഞാൽ മതി, വേറെ ആരോടും പറയണ്ട. നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ പറയാം, എന്ത് ചെയ്യുമ്പോഴും പറയാം. എവിടെയെങ്കിലുമൊക്കെ പോയി തിരിച്ചേക്ക് വന്നിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് പോയ കാര്യങ്ങളൊക്കെ മനസ്സിലല്ല, അത് ഉറക്കെ പറയാം. നമ്മൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കണം. അത് കണ്ണാടിയിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞു നോക്കുക. എന്താണ് സംഭവം എന്നുള്ള കാര്യം പറഞ്ഞു നോക്കുക. ആ പോയ കാര്യങ്ങളൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞു നോക്കുക. യെസ്, അങ്ങനെ പറഞ്ഞു നോക്കി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സ്റ്റൈൽ വരും, ഒരു ധൈര്യം വരും. ഓക്കെ, സുൽഫത്ത് ഷെരീഫ്. സുൽഫത്ത് ഷെരീഫ്. Yes, sir. How are you? Sir. How are you? Yeah, I'm fine, sir. Okay, very good. Where are you from? I'm from Malappuram. മലപ്പുറം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഞാനപ്പോ ഒരു കാര്യം പറയണം സുൽഫത്ത്. Yes, sir. ഓക്കെ, കേൾക്കൂ. എല്ലാവരോടും ചോദ്യം എല്ലാവരോടും കൂടിയാണ്. സുൽഫത്തിനോട് ചോദിക്കുന്നത് മാത്രം. ഇന്നലെ രാവിലെ 10 മണിക്ക്
മലപ്പുറത്ത് വെച്ച് ഞാൻ ഒരു പാമ്പിനെ വടി കൊണ്ട് അടിച്ചു കൊന്നു. ഐ വിൽ റിപ്പീറ്റ് ദ സെന്റൻസ്. ഇന്നലെ രാവിലെ 10 മണിക്ക് മലപ്പുറത്ത് വെച്ച് ഒരു പാമ്പിനെ ഞാൻ വടി കൊണ്ട് അടിച്ചു കൊന്നു. കേട്ടില്ലേ? Yes, yes, sir. ഇതൊന്ന് ഇംഗ്ലീഷ് തിരിച്ചിങ്ങോട്ട് പറഞ്ഞു. So I'm not sure. Anyway, I will try. ഓക്കെ. ഞാൻ എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയില്ലേ? തെറ്റ് എന്ന് പറയുന്ന സംഗതി നിങ്ങൾ ചിന്തിക്കണം. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. യേശുദാസിനെ പോലെ പാടും, ഞാനിത് പോലെ പാടും. മനസ്സിലായില്ലേ? തെറ്റാണോ എന്നുള്ള കാര്യം നിങ്ങൾ ആ ഒരു വശം നിങ്ങൾ വിട്ടേക്ക്. അതിനെ കുറിച്ച് ഇനി നമ്മൾ പറയണ്ട. സാറ് തെറ്റാവോ? ഞാൻ പറയട്ടെ. ഐ വിൽ ട്രൈ. ദാറ്റ് ഈസ് ഓൾ. നമ്മൾ എന്ത് പറയുന്ന നിലപാട് മാറ്റുന്നു. ഐ വിൽ ട്രൈ. ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞോളൂ. I have beat and killed one snake yesterday at 10 o'clock from Malappuram. Okay. Sulfat. Okay. Vignesh Babu. Okay, Babita Hari. ഞാൻ നേരത്തെ പറഞ്ഞോളൂ വിളിക്കുമ്പോ വരണമെന്ന്. എന്റെ വാക്കുകൾക്ക് നിങ്ങൾ ഒരു വില കൽപ്പിക്കുന്നില്ലല്ലോ മക്കളെ. യെസ്, ബബിത ഹരി. യെസ്. ഇനി ആരാണ് വരുന്നത്? ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് ആരാണ് ധൈര്യമായിട്ട് വരുന്നത്? ഐ വിൽ ട്രൈ. ഞാനൊന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഷിജിന അല്ലേ? ഷിജിന, ഫസ്റ്റ് ഓഫ് ഓൾ ഐ അപ്രീഷിയേറ്റ് യു. എന്താ പറയാ, അതിന് പറയാനായിട്ടുള്ളൊരു മനസ്സ് കണ്ടില്ല. പറയുന്നത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. അതന്നെ തെറ്റായിരിക്കും, എന്നാൽ എനിക്കൊന്ന് പറയണം. യെസ്, 2 വാക്ക് എനിക്കും പറയണം. ഓക്കെ ഷിജിന, carry on. I killed a snake yesterday 10 o'clock. Okay. വേണമെങ്കിൽ മലപ്പുറം എന്നുള്ള മാറ്റിയിട്ട് ഷിജിനയുടെ നാട് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. സോറി. ഷിജിനയുടെ നാട് എവിടെയാ? കണ്ണൂർ. ഓക്കെ. നല്ല സ്നേഹമുള്ള ആളുകളുള്ള നാടാണ് കണ്ണൂർ. ഓക്കെ, പറഞ്ഞോളൂ. I killed a snake. Okay. Yesterday 10 o'clock at Malappuram. Okay. Let you, no problem. Okay, ഷീല, ഒരു വാക്കൊക്കെ കറക്റ്റ് ചെയ്ത് തോന്നുന്നുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, നമുക്ക് പിന്നീട് അത് ലാസ്റ്റ് ആവുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് യു വെരി. I will continue. Okay. Yesterday I killed one snake 10 o'clock in Malappuram. Yes, very good. Okay. നിൽക്കട്ടെ അവിടെ. ഓക്കെ, ഇനി ആർക്കാണ് അടുത്ത് ശ്രമിക്കേണ്ടത്? Sir, I had killed a snake by beaten with a stick at 10 o'clock in Malappuram. അതിനകത്ത് ബീറ്റൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് ഫാത്തിമ. വെരി ഗുഡ്. Sir, I'm not Fatima. Yeah. Sir, ഞാൻ പറയാം. Sir, ഞാനല്ല ഇപ്പൊ പറഞ്ഞത്. ആരാ പറഞ്ഞേ? ഫാത്തിമ ഷാജിയല്ലേ? അല്ല, ഞാൻ മൈക്ക് ഓൺ ആക്കിയപ്പോ വേറെ ആള് പറഞ്ഞതാ. ഞാൻ സൗമ്യാണ് പറഞ്ഞത്. ഫാത്തിമ അല്ല, സൗമ്യാണ് പറഞ്ഞത്. സൗമ്യാണ് പറഞ്ഞതല്ലേ? ഓക്കെ, സൗമ്യ. ഓക്കെ, ഇനി അടുത്തത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം സർ. വെരി ഗുഡ്. Carry on. Yesterday in Malappuram I killed a snake at 10 o'clock. Very good. Okay. ഇനി ആരാണ് അടുത്തത്? ഫാത്തിമത്ത് അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ ഫാത്തിമത്ത്. Hello. പറഞ്ഞോളൂ, carry on, ഫാത്തിമത്ത് സൗറ. I will try, sir. Okay, you try. Yesterday 10 o'clock I killed a snake at Malappuram. Okay. Okay, Vignesh. Okay, no problem. ശരി. Okay. ഇനി നബിത പറയൂ.
Yesterday morning at 10 a.m. I killed a snake at Malappuram. Okay. Very good, very good. Yes, Kavita. Okay. അടുത്തതാരാണ്? Sir, ഞാൻ പറയാം. Yes, Hasna. I killed a snake at 10 o'clock yesterday morning in Malappuram. Okay, very good. Okay, കുഴപ്പമില്ല. ഒക്കെ ശരിയുടെ അരിയത്തൂടെ ഒക്കെ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇത് കാണും കേൾക്കുന്നതിന്റെ കാര്യം പിടിക്കിട്ടു. അപ്പൊ പിന്നെ അവിടെ അരി പോകുന്നുണ്ട്. അതവിടെ കിടപ്പുണ്ടാവും. ഇത് സംഭവം പിടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇനി ആരാണ്? Sir, ഞാൻ പറയാം. യെസ്, സുഹൈന പറഞ്ഞോളൂ. സുഹൈന. I killed a snake yesterday 10 o'clock Malappuram. യെസ്, ഓക്കെ. സുഹൈന, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്താരാണ്? ഞാൻ പറയാം. ഓക്കെ, വെരി ഗുഡ്. ആൽഫിയ പറഞ്ഞോളൂ. ആൽഫിയ. Yesterday morning, I am beaten a snake in Malappuram at 10 o'clock. I am beaten a snake at Malappuram. Okay, very good. നിങ്ങൾ സ്ഥലം വേണമെങ്കിൽ മാറ്റിക്കോട്ടെ, സമയവും മാറ്റിക്കോ, കുഴപ്പമില്ല. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. യെസ്, വെരി ഗുഡ് ആൽഫിയ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ഞാനാണ്. തെറ്റിക്കോട്ടെ, കണ്ടോ? ഓരോരുത്തർ പറയുന്നതിൽ വലിയ കുഴപ്പങ്ങളുണ്ട്. അവര് പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം, പക്ഷെ അവര് കുറെയൊക്കെ ശരിയായി അരിയത്തൂടെ പോയിട്ടുണ്ട്. യെസ് സാറേ ഞാൻ പറയാം. യെസ്, കുഞ്ഞിന്നാണ് പേര്? അഞ്ജു എന്നാ പേര്. അഞ്ജു. ഓക്കെ. Yesterday I killed one snake with a stick at 10 o'clock in Malappuram. Okay. Very good, Anju. Yes. ഇനി സർ ഞാൻ പറയാം. ഓക്കെ ഭവിത പറഞ്ഞോളൂ. ഭവിത. Yesterday I tried to kill a snake at 10 o'clock in Malappuram. യെസ്, ട്രൈ ടു കിൽ, കൊല്ലാൻ ശ്രമിച്ചോളൂ അല്ലേ? വെരി ഗുഡ്. യെസ്, ഓക്കെ. ഇനി ആരാണ്? എനിബഡി? യെസ്, ഓക്കെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം കേട്ടോ. ഈ ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള സംസാരിക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് വിദ്യാഭ്യാസമുള്ളവർക്ക് ഇത് ക്ലീഷായിട്ട് തോന്നും. കാരണം അത് അവർക്കറിയാവുന്നതാണ്. പക്ഷെ അല്ലാത്തവരെ സംബന്ധിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഞാൻ ചായ കുടിച്ചു. ആദ്യത്തെ വാക്ക് ഞാൻ. ഓക്കെ വിഘ്നേഷ്. ഓക്കെ. ഞാൻ ചായ കുടിച്ചു. ആദ്യത്തെ വാക്ക് ഞാൻ, പിന്നെ ചായ, പിന്നെ കുടിച്ചു. 3 വാക്കാണ്. പക്ഷെ അത് തന്നെ ഇംഗ്ലീഷിൽ പറയുമ്പോ ഞാൻ കുടിച്ചു ചായ എന്ന് പറയണം. അല്ലാതെ ഞാൻ ചായ കുടിച്ചു എന്ന് പറയാം. ഐ ഡ്രാങ്ക് കിട്ടി, അതാണ് കറക്റ്റ്. അർത്ഥം പറയുമ്പോൾ ഞാൻ ചായ കുടിച്ചു എന്ന് പറയും. അല്ലാതെ ഐ ടീ ഡ്രാങ്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇതാണ് ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള വ്യത്യാസം. ആദ്യം ചെയ്യുന്ന ആള്, അയാൾ ചെയ്ത എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്, അത് എന്താണോ ചെയ്തത് അതിനെ കുറിച്ച് 3ാമത്. അപ്പൊ ആദ്യം ആള്, പിന്നെ അയാൾ ചെയ്ത പ്രവൃത്തി, എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് പിന്നീട്. നോക്കി, ഞാൻ ചായ, സബ്ജക്റ്റ്. എന്ത് ചെയ്തു? കുടിച്ചു. ഡ്രാങ്ക്, എന്ത് കുടിച്ചു? ഓക്കെ, അതില്ല, എന്ത് കുടിച്ചു? ടീ. കേട്ടാ, എന്ത് എന്ന് ചോദിക്കുമ്പോഴൊക്കെ ആൻസർ 3ാമതാ പറയാമോ? എന്ത്, ആര് എന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ ആദ്യം പറ്റുന്നതിന്റെ സബ്ജക്റ്റ് എന്ന് പറയും, രണ്ടാമത് വരുന്നതിനെ വെർബ് എന്ന് പറയും, 3ാമത് വരുന്നതിനെ ഓബ്ജക്റ്റ് എന്ന് പറയും. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, ഈ ക്രമത്തിലെ ഇംഗ്ലീഷിൽ പറയാമോ? നിങ്ങൾ ഓരോ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ പറഞ്ഞു നോക്കണം. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock. കണ്ട, ഞാൻ എഴുന്നേറ്റു. എപ്പോ? അത് 3ാമതേ പറയാമോ? അറ്റ് 10 o'clock അല്ലെങ്കിൽ അറ്റ് 6 o'clock. കണ്ടോ? ഞാൻ 1 കപ്പ് ചായ ഉണ്ടാക്കി. ഐ പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഐ മെയ്ഡ് എന്ത്? എ കപ്പ് ഓഫ് ടീ. അല്ലാതെ എ കപ്പ് ഓഫ് ടീ ഐ മെയ്ഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ആദ്യം ചെയ്ത ആള്, ചെയ്ത പ്രവൃത്തി, എന്ത് പ്രവൃത്തി എന്നുള്ളത് 3ാമത്. ഓക്കെ, ഈ ക്രമത്തിൽ നമുക്ക് ചിന്തിക്കാം. അപ്പൊ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് എസ് പ്ലസ് വി പ്ലസ് ഓ, ഇതായിരിക്കണം ഇംഗ്ലീഷിൽ നിങ്ങൾ സെന്റൻസ് എഴുതുമ്പോഴുള്ള ക്രമം. മനസ്സിലായി? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ.
അത് കഴിഞ്ഞതിന് ശേഷം എം എന്ന് എഴുതുക. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനർ, എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പി, പ്ലേസ്, എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി, ടൈം, എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം. അപ്പൊ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്, പിന്നെ മാനർ, പിന്നെ പ്ലേസ്, പിന്നെ ടൈം. തുടക്കത്തിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ക്രമം അനുസരിച്ചാണ് ഇംഗ്ലീഷ് എഴുതിയാൽ മതി. അപ്പൊ ശരിയാവും. കറക്റ്റ് പൊസിഷൻ പറയുന്നത് വരും. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ചിലപ്പോ സബ്ജക്റ്റും വെർബും ഓബ്ജക്റ്റും ഉണ്ടാവുള്ളൂ, മാനർ ഉണ്ടാവില്ല. പ്ലേസ് ആയി മാനർ വിട്ടേക്ക, പ്ലേസ് കാര്യം എഴുതിയാൽ മതി. ഇനി നമുക്ക് ഇപ്പൊ പറഞ്ഞ വാചകത്തിലേക്ക് വരാം. ഞാൻ മലപ്പുറത്ത് വെച്ച് ഇന്നലെ രാവിലെ 10 മണിക്ക് ഒരു പാമ്പിനെ വടികൊണ്ട് കൊന്നു. ആരാണ് കൊന്നത്? ഓക്കെ, സുഹൈന. ഞാനാണ് കൊന്നത്. ഐ അല്ല സബ്ജക്റ്റ്. ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? കൊന്നു. ഐ കിൽ. അപ്പൊ സബ്ജക്റ്റായി വെർബായി. ഇനി ഓബ്ജക്റ്റ് ആണ് വേണ്ടത്. എന്തിനെ കൊന്നു? എ സ്നേക്ക്. അല്ല, അപ്പൊ ഐ കിൽ എ സ്നേക്ക്. അത്രയും വരെ കറക്റ്റ് ആയി. മാനർ, എങ്ങനെ കൊന്നു? അല്ല, മാനർ എങ്ങനെ. വടി കൊണ്ടടിച്ച്, ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്. അല്ല, വടി കൊണ്ട് ഒരാള് അത് ഉൾപ്പെടുത്തി പറഞ്ഞിട്ട് സ്റ്റിക്കൊക്കെ വെച്ച്. ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്, വടി കൊണ്ടടിച്ചു കൊന്നു. പി, എവിടെ വെച്ച് കൊന്നു? അറ്റ് മലപ്പുറം. ടി, ടൈം, യെസ്റ്റർഡേ മോർണിംഗ് അറ്റ് 10 o'clock. എല്ലാം വന്നിട്ട് നോക്കിയേ. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇതൊക്കെ വ്യത്യാസപ്പെടുത്താട്ടോ നമുക്ക്. അപ്പൊ ഞാൻ തുടക്കത്തില് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത, പറയാൻ അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് മാനർ പ്ലസ് പ്ലേസ്, ടൈം. ഈ ക്രമത്തിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാല് ശരിയാക്കാം. പിന്നെ ഞാനിവിടെ കുറച്ചു പേര് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി. കുറച്ചു പേർക്ക് ഐഡിയ ഉണ്ട്, പക്ഷെ അവർക്ക് പറയാൻ പറ്റിയ കറക്റ്റ് വേർഡ് കിട്ടാഞ്ഞിട്ടാണ്. അത് കുറച്ചു പേര് പറയാതിരുന്നവർക്കും അതാണ് കുഴപ്പം. അതുകൊണ്ട് ഇന്ന് ഓക്കെ ജസീല, ഐ റീഡ് യുവർ മൈൻഡ്. ഓക്കെ, അപ്പൊ ഇന്ന് ജനുവരി മാസം 6-ാം തീയതി 14/2/27 നമ്മളൊരു തീരുമാനം എടുക്കുന്നു. വേറെ ഒന്നുമല്ല. ഓക്കെ റാംസി, അതായത് നിങ്ങൾ രാത്രി ഒരു ദിവസം അവസാനിക്കുന്ന മുമ്പ് ഒരു വാക്ക് പുതിയത് പഠിക്കുക. ഒറ്റ വേർഡ്, വേറെ ഒന്നും പഠിക്കണം. ഒറ്റ വേർഡ് നിങ്ങൾ ആ ഡിക്ഷണറിയോ അല്ലെങ്കിൽ പുതിയ വാക്ക് പഠിക്കാൻ പറ്റിയ പുസ്തകം എവിടെയെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓക്കെ ലച്ചു അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് തുറന്നു നോക്കുന്നത് നമുക്ക് പരിചയമുള്ള വാക്കല്ല, ഏതെങ്കിലും ഒരു പുതിയ വേർഡുകൾ പഠിക്കുന്നു. അപ്പൊ 2026 ജനുവരി 6-ാം തീയതി വരുമ്പോ നമ്മുടെ കയ്യിൽ 365 പുതിയ വാക്കുകൾ ഉണ്ടാവും. 365 പുതിയ വാക്കുകൾ. പരിചയമുള്ള വാക്ക് നിങ്ങൾ പഠിക്കണ്ട. ഒന്ന് തുറന്നു നോക്കുക, ഒരു പുതിയ വാക്ക് പഠിച്ചേക്കാം, എല്ലാ അർത്ഥവും പഠിച്ചു വെച്ചേക്കാം. നാളെ അതൊരു പുതിയ വാക്ക് പഠിക്കാം. അപ്പൊ നാളെ പഠിക്കുമ്പോൾ ഇന്നലെ പഠിച്ച വാക്കും ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചേക്കാം. ഇന്നലെ എന്താണ് പഠിച്ചത്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ നിമിഷം അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുക. ഈ നിമിഷം മുതൽ മരണം നമ്മളെ വേർപെടുത്തും വരെ എല്ലാ ദിവസവും ഒരു വാക്ക് വെച്ച് നമ്മൾ പഠിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ എന്നറിയാം, മനസ്സിൽ നിന്ന് തീരുമാനിച്ചു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ തീരുമാനം കറക്റ്റായി പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചില സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോ നിങ്ങൾ പഠിച്ച ഓക്കെ അലോണ പറയുന്നു വി ആർ റെഡി സാർ എന്ന് പറയുന്നു. ഓക്കെ അലോണ, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. മൈ നെയിം ഇസ് ജോബ്, JOB. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. നമുക്ക് കുറച്ച് ഇംഗ്ലീഷിന്റെ ക്ലാസ്സും അതിനോടൊപ്പം തന്നെ കുറച്ച് പ്രാക്ടിക്കൽ നിങ്ങൾ സംസാരിക്കുക, തെറ്റിക്കോട്ടെ. ഓരോ വിഷയങ്ങൾ നമ്മൾ പറയും. ആ വിഷയങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളെ പറയുന്നത് ശരിയോ തെറ്റോ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. റിലാക്സ് ചെയ്ത് നിങ്ങൾ ഇരിക്കുക. ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യുക. ഓക്കെ സാർ എന്ന് പറയാം. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്ത ക്ലാസ് എന്നാണ്? വെനസ്ഡേ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് റിയാക്ട് ചെയ്യുക. ഓക്കെ സാർ എന്ന് പറയാം. അപ്പൊ അത് എനിക്ക് വളരെയധികം ഒരു
എന്താ പറയുക, ഒരു പ്രോത്സാഹനമാണ്. നിങ്ങൾ മിണ്ടാതിരുന്ന് കഴിയുമ്പോൾ എനിക്ക് ചിന്തിക്കും, നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്ന് നമ്മൾ വിചാരിക്കില്ലേ. അപ്പൊ അത് നമ്മൾ ക്ലാസ്സുകളിൽ പലപ്പോഴും മനസ്സിലായില്ലെങ്കിലും മനസ്സിലാകുന്ന പോലെ അഭിനയിച്ചിരുന്നിട്ടില്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയോ ക്ലാസ്സുകളിൽ സാറിന് വിഷമമുണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അഭിനയിച്ചിരുന്നത് ഇല്ലേ? ഓക്കെ ആതിര, വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, അപ്പോ നമുക്കതുപോലെ മുന്നോട്ട് പോവാം. ഒരിക്കൽ കൂടി ഇന്ന് സജീവമായിട്ട് പങ്കെടുത്ത സുഹൈന, ശ്രുതി, ലൈജു, സ്നേഹ, ഷിജിന, മിനി, ഫാത്തിമ, സൗമ്യ, ഫാത്തിമത്ത്, നവിത, ഹസ്ന, അൽഫിയ, അഞ്ജു, ഭവിത, ഇനി ഞാൻ പേര് പറയാൻ വിട്ടുപോയിട്ടുള്ള മറ്റുള്ളവർക്കും എല്ലാവർക്കും കൂടി ഓക്കെ ലച്ചു, ലേറ്റസ്റ്റ് ട്രൈ. നമുക്ക് വീണ്ടും കാണാം. സോ ബൈ ബൈ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, Thank you, sir. Happy New Year. Thank you, sir. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. Thank you, sir. ഓക്കെ, Thank you, sir. ഓക്കെ, We meet next class. ഓക്കെ, ബൈ ബൈ.